സ്വാഗതം ചതുരംഗത്തിലേക്ക്. സമകാലിക പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചതുരംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, ജനങ്ങളേറെ ദുരിതം അനുഭവിക്കുന്ന റോഡുകളെക്കുറിച്ചാണ് ഇത്തവണ ചതുരംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ TCVയിൽ പ്രേക്ഷകരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള വ്യക്തികളെ ശ്രീ പ്രദീപ്, ബസ്സുടമ സംഘടനകളുടെ ജില്ലാ സെക്രട്ടറിയാണ് VS പ്രദീപ്, സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോൺ ഡാനിയൽ, തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്, ഒപ്പം തന്നെ KPCC സെക്രട്ടറിയാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ജോൺ ഡാനിയലിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ P കൃഷ്ണകുമാർ, നിരവധി തവണ നമ്മളോടൊപ്പം പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുള്ള വ്യക്തിയാണ്. പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. ഇതുപോലെ പൊതുഗതാഗത വിഷയവുമായി അല്ലെങ്കിൽ യാത്രക്കാരുടെ ബന്ധപ്പെട്ട വിഷയങ്ങളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന, കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കൃഷ്ണകുമാറിനെ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ വിളിച്ച അതിഥികളോട് ക്ഷമ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ എത്തിച്ചേരാൻ അല്പം വൈകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. കേരളത്തിൽ തന്നെ ഏറ്റവും നരകപാതയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരുവായൂർ തൃശ്ശൂർ റൂട്ടിൽ ഈ വഴി ദിവസവും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇതിലൂടെ എത്തിച്ചേരണമെങ്കിൽ സാധാരണഗതിയിൽ 35 മിനിറ്റോ 40 മിനിറ്റോ ബസ്സുകൾക്കുൾപ്പെടെ എടുത്തിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അതുമാത്രമല്ല, ഈ പാതയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ, ഇവിടെ അപകടങ്ങൾ സംഭവിച്ച് പരിക്ക് പറ്റുന്നവർ, മരണപ്പെടുന്നവരുടെ വിഷയങ്ങൾ മാത്രമാണ് പലപ്പോഴും റോഡുകളിൽ നമ്മൾ അറിയാറുള്ളൂ. ഇത് ഗുരുവായൂർ റൂട്ടിൻ്റെ മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട്, അതുപോലെ തന്നെ ദേശീയപാത പണി നടക്കുന്നുണ്ട്. ഈ മേഖലയിലും മതിയായ സംവിധാനങ്ങളില്ലാതെ ഒട്ടേറെ ജീവനുകൾ പൊലിയുന്നൊരു സ്ഥിതിവിശേഷം. ആദ്യം പ്രദീപിലേക്ക് വരാം. നിങ്ങൾ ഈ പാതയിലെ തൃശ്ശൂർ കുന്നംകുളം പാതയിലെയും ഒപ്പം തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പാതയിലെയും റോഡിൻ്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് നിങ്ങളുടെ സംഘടന ബസ്സുകൾ പണിമുടക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് കളക്ടർ ചർച്ച ചെയ്തത് ജൂലൈ 12 മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ഈ റോഡുകളുടെ അവസ്ഥ ഇതുതന്നെയാണ്. എന്തായിരുന്നു ഒടുവിൽ ലഭിച്ച പ്രതികരണം? അല്ല, കേരളത്തിലേന്ന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ പ്രത്യേകിച്ച് റോഡുകൾ വളരെ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും അപേക്ഷിച്ച് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലമായതോടുകൂടി റോഡിലൂടെ നമുക്ക് റോഡിൻ്റെ ബഹുഭൂരിപക്ഷ സമയം നമ്മൾ ബസ്സുകളെ സംബന്ധിച്ച് ബസ്സുകളാണ് കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ട സാഹചര്യത്തിൽ ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ റോഡുകളിലൂടെ ഉപയോഗിക്കുന്നത്. ഈ ബസ്സുകളെ സംബന്ധിച്ച് കൃത്യസമയത്ത് ഓടിച്ചെത്താനോ അതുപോലെ തന്നെ ബസ്സുകളെ സംബന്ധിച്ച് ദിനം പ്രതി എന്നോണം അപകടങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൻ്റെ അവസ്ഥ, അത് ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി അത് ഇത്രയും പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു റോഡ്, ഇത്രയും യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡ്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായ ഈ തൃശ്ശൂർ കുറ്റിപ്പുറത്തിൻ്റെ കാര്യത്തിലൊക്കെ വർഷങ്ങളായി ഈ അവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ റോഡിൻ്റെ പല ഭാഗങ്ങളിലും പല പോർഷനായിട്ടാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KSTPയുടെ പദ്ധതി പ്രകാരം സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഭാഗികമായിട്ടാണ് ഫണ്ട് കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞ് അതിൻ്റെ കരാറുകാർ പോലും പലതവണ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ഉദാഹരണം മുണ്ടൂർ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്തൊന്നും റോഡിന് സ്ഥലം ഏറ്റെടുക്കാൻ പോലും ഇന്നത്തെ ഈ വർഷങ്ങളായി കഴിഞ്ഞിട്ട് പോലും ഇന്നത്തെ അവസ്ഥയിൽ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പുഴയ്ക്കൽ ഭാഗം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗമാണ്. പുഴയ്ക്കൽ ഭാഗത്ത് അത് കുറേ നാളുകൾ പരാതി വന്ന് കുറേ കംപ്ലൈൻറ്റുകൾ വന്നപ്പോൾ അതിൽ ഇപ്പോൾ ടൈല് വിരിച്ചു. ആ ടൈലിൻ്റെ അവസ്ഥ പോലും ഇപ്പോൾ വീണ്ടും മോശമാകുന്ന ഒരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ അവിടെ പണിതിട്ടുള്ള പാലത്തിൻ്റെ പകുതി പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ മുതുവറ കഴിഞ്ഞ് അമല വരെ എത്തുന്ന പ്രദേശം, അതൊക്കെ ഒരിക്കലും ഒരു ബസ്സിനെന്ന് മാത്രമല്ല ഒരു ബൈക്കുകാരന് പോലും പോകാൻ പറ്റാത്ത അത്ര ഭീമമായ രീതിയിലാണ് ആ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥ. നമ്മൾ ബസ് ഉടമകൾ എന്ന നിലയിലും അതുപോലെ തന്നെ പൊതുജനങ്ങൾ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ സർക്കാരുമായിട്ടും അതുപോലെ തന്നെ ജില്ലാധികാരികളുമായിട്ടും മന്ത്രിയുമായിട്ടും ഒക്കെ പലതവണ ചർച്ചകൾ നടത്തിയെങ്കിൽ കൂടി ഇപ്പോഴും അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം, അല്ലെങ്കിൽ തന്നെ അത് എന്ന് പൂർത്തീകരിച്ച് അത് സജ്ജമാവുമെന്ന് പറയുന്ന ഒരു അവസ്ഥ പോലും ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല.
അതുപോലെ തന്നെ ഈ റോഡ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡ്. നമുക്കറിയാം ആ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡാണ് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് മെക്കാഡിംഗ് സംവിധാനത്തോട് കൂടിയിട്ടുള്ള റോഡ് വർഷങ്ങൾക്ക് മുൻപ് വന്നത്. ഇന്നത് വീണ്ടും ഒരു പരീക്ഷണശാലയാക്കിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അത് ഒരു ജർമ്മൻ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാരിന് കിട്ടിയ ഒരു ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അത് റോഡ് പൂർണ്ണമായിട്ടും കോൺക്രീറ്റിങ്ങിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. ഇത്തരം അവസ്ഥയിൽ കോൺക്രീറ്റിംഗ് മാറുന്നതിന് വേണ്ടി പല പോർഷനുകളിലും റോഡ് പൊളിച്ച് ഒരു സൈഡ് ശരിയാക്കും, അപ്പോൾ പിന്നെ വാഹനങ്ങൾ മുഴുവൻ തിരിച്ചുവിടുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് നാളുകൾ 2 വർഷമായിട്ടും ഒരു അതായത് ആ പ്രദേശം കൊടുങ്ങല്ലൂർ തൃശ്ശൂർ നമുക്കറിയാം ഒരു 3 MLA-മാരുടെ നിയോജക മണ്ഡലങ്ങൾ കവർ ചെയ്ത് പോകുന്ന പ്രദേശമാണ്. ആ റോഡിൽ 3 നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിൽ കഴിയുമ്പോൾ അടുത്ത നിയോജക മണ്ഡലത്തിൽ ബാക്കി വരികയാണ്. അതുപോലെ തന്നെ ബസ്സുകളെ സംബന്ധിച്ച് ബസ്സുകൾ മുഴുവൻ വഴി തിരിച്ചു പോയതുകൊണ്ട് അതുപോലെ തന്നെ പല പ്രാവശ്യവും ഞങ്ങൾക്ക് സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം പോലും ഇന്നത്തെ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബസ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ബസ്സുകളുടെ ഡീസലിൽ ഭീമമായ ചിലവാണ് വരുന്നത്. ഒരു ദിവസം തന്നെ 10 ലിറ്ററിലധികം ഡീസൽ ചിലവ് വരുന്നു പറഞ്ഞാൽ ഒരു ദിവസം 10 ലിറ്ററിന് 1000 രൂപയോളം ആ ഡീസലിൽ മാത്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് വലിയ ഭീമമായിട്ടുള്ള മെയിൻ്റനൻസാണ് വാഹനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ യാത്രക്കാരെ തന്നെ കൃത്യസമയത്ത് ബസ്സുകളെ സംബന്ധിച്ച് മറ്റു വാഹനങ്ങളെ പോലെയല്ല, കൃത്യസമയം ഗവൺമെൻറ് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ സമയത്ത് എത്തിയ കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ട്രിപ്പുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരം ട്രിപ്പുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, യാത്രക്കാർക്ക് കൃത്യമായ സമയത്ത് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ എന്തു പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും റോഡുകളുടെ ശോചനീയാവസ്ഥയുള്ളത്. ഇപ്പം ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഈ 2 റോഡുകൾ പറഞ്ഞതിൽ കൂടുതൽ പിന്നെ ഒരുപാട് മറ്റുള്ള റൂട്ടുകളിലുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഇതുപോലെയുള്ള കരാറുകാർക്ക് അത് പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാത്തത് തന്നെയാണ് ഇത് മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രധാന കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഭീമമായ ടാക്സ് കൊടുത്തിട്ടാണ് ഈ മേഖലയിൽ ഞങ്ങൾ ചെയ്യുന്നത്. ഭീമമായ ടാക്സ് എന്ന് പറഞ്ഞാൽ റോഡ് ടാക്സ് ഇനത്തിൽ തന്നെ ഞങ്ങൾ കേവലം 1,20,000 രൂപയാണ് ഒരു വർഷം ഞങ്ങൾ റോഡ് ടാക്സ് ഇനത്തിൽ മാത്രം ഞങ്ങൾ അടയ്ക്കുന്നത്. അത്തരം പൊതുഗതാഗതത്തിന് പോലും ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ഈ റോഡുകൾ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അതിൽ ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഞങ്ങളത് പലപ്പോഴും വണ്ടികൾ പക്ഷേ വാഹനം നിർത്തിവെക്കുന്നുള്ള ഒരു സമരത്തിലേക്കൊക്കെ പോയി അത് ജനങ്ങളെയൊക്കെ കൂടുതൽ ബാധിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങളത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ഗവൺമെൻറ്റുകളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിലെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. പ്രദീപ് പറഞ്ഞതിനപ്പുറം നമുക്കറിയാം, കാരണം നമ്മൾ ഈ ദുരിതമെല്ലാം എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു നിസ്സാര വിഷയവുമല്ല, കാരണം മനുഷ്യജീവനെ ബാധിക്കുന്നതാണ്. എത്രയോ ജീവനുകളാണ് നിരത്തിൽ പൊലിഞ്ഞു വീഴുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. അത് സ്വന്തം ഒരു വീഴ്ച കൊണ്ട് പോലുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും പ്രതിപക്ഷം കുറേ കൂടി നിശബ്ദമാണോ ഇപ്പോൾ? ഈ റോഡ് വിഷയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നു എന്നാണ് ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്ന വിമർശനം അതിന് രാഷ്ട്രീയമായി പ്രതിപക്ഷം കാണുന്നത്. പക്ഷേ അത് രാഷ്ട്രീയമില്ല. കേരളത്തിലെ റോഡുകൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും മോശമായൊരു സ്ഥിതി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഭീകരാവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വന്നപ്പോൾ കുന്നമംഗലം വഴിക്ക് പോകേണ്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കുന്നംകുളം വഴിക്കുള്ള യാത്ര തിരിച്ച് വടക്കാഞ്ചേരി വഴിക്ക് പോകേണ്ടി വന്നു. അതിൻ്റെ കാരണമെന്താണ്? ഞങ്ങൾ വിമർശിക്കുന്നതല്ലല്ലോ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കുന്നംകുളം റോഡിൽ കൂടി പോകാൻ കഴിയാനാവാത്ത വിധം ഏതാണ്ട് 2 മണിക്കൂറിലധികം വേണം തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കുന്നംകുളത്ത് എത്താനുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി ശ്രീ പിണറായി വിജയൻ വടക്കാഞ്ചേരിയിട്ട് പോയി എന്ന് പറയുമ്പോൾ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് കാരണം. ഈ സർക്കാർ അധികാരത്തിലേറ്റ് വന്നതിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. തന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ഏത് റോഡിൻ്റെ പ്രശ്നമാണ് തന്നെ വാട്സപ്പിൽ അറിയിച്ചാൽ മതി, ഏത് റോഡ് ടാർ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഈ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായിട്ടില്ല. റോഡ് ടാർ ചെയ്ത് PWD ഒരു ബോർഡ് വയ്ക്കും, കരാറുകാരൻ്റെ പേരുകൾ പ്രദർശിപ്പിക്കും. ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം മുഹമ്മദ് റിയാസ് നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പ്രഖ്യാപനങ്ങളായി മാറി.
ജനങ്ങൾക്ക് തെരുവിലിറങ്ങി റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മരണപ്പെടുന്നവരുടെ വാർത്തകൾ മാത്രമാണ് വരുന്നത്. റോഡുകളിലെ ഗട്ടറുകളിൽ വീണ് കാലൊടിയുന്ന ഇരുചക്രവാഹനക്കാരുടെ കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല. കേരളത്തിലെ റോഡുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് PWDക്ക് കീഴിലുള്ള റോഡുകൾ, മറ്റൊന്ന് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അതായത് പഞ്ചായത്തുകൾ. ഇങ്ങനെ 2 തരം റോഡുകളാണുള്ളത്. PWD വർക്കുകൾ സ്തംഭനാവസ്ഥയിലാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ കരാറുകാർക്ക് ലഭ്യമാകേണ്ട പണം ഈ സർക്കാർ പാസ്സാക്കി കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ കരാറുകാർ പണമെടുക്കും, ജോലിയെടുക്കും? തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ, ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഫണ്ട് സർക്കാർ പാസ്സാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള റോഡുകൾ കൃത്യമായി ടാർ ചെയ്തെടുക്കാനൊക്കെ? ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലെ സ്ഥിതി തന്നെ എടുക്കുക. നഗരത്തിലെ പ്രാന്തപ്രദേശത്തെ റോഡുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വാഹനങ്ങൾ, നമുക്ക് നഗരത്തിൽ ഇറങ്ങിയാൽ അറിയാം, വാഹനങ്ങൾ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് സഞ്ചരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? റോഡിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. ഗട്ടറുകളിൽ വീണ് പിന്നെ വാഹനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ നഗരത്തിൽ ട്രാഫിക് ജാം വളരെ, പ്രാന്തപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള റോഡുകളിൽ നഗരത്തിൽ ട്രാഫിക് ജാം ഏറുന്നു. അപ്പോൾ ഇതൊക്കെ നിരന്തരമായി പ്രതിപക്ഷം എന്ന നിലയിൽ, പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിശബ്ദരെ അയക്കുന്ന ആരോപണം തന്നെ ശരിയല്ല. കാരണം ഈ വിഷയം നിരന്തരം ഉയർത്തി എല്ലാ ജില്ലാ തലങ്ങളിലും പ്രാദേശികമായും കോർപ്പറേഷനെതിരെയും PWDക്കെതിരെയും ഒക്കെ പ്രതിപക്ഷ സംഘടനകളും സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഈ വിഷയം നിരന്തരമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ റോഡുകൾ നവീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് പുതിയ റോഡുകൾ ഏറ്റെടുക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നിലവിലുള്ള റോഡുകളെങ്കിലും നവീകരിച്ച് ജനങ്ങൾക്ക് മനസമാധാനത്തോടുകൂടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പോടുകൂടിയുള്ള ഒരു റോഡ് സംവിധാനം. ഇവിടെ ഒരു റോഡ് സുരക്ഷാ നിയമമുണ്ട്, അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഈ സർക്കാരിൻ്റെ കീഴിൽ കൃത്യമായി റോഡ് സുരക്ഷാ നിയമം പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള പല സംഘടനകൾക്കുൾപ്പെടെ പലപ്പോഴും സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന കർത്തവ്യമെന്ന് പറയുന്നത്. അതിനിയും നിരന്തരമായി മുന്നോട്ട് വയ്ക്കും. ആ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കും. കേരളത്തിലെ റോഡുകൾ, പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂരിലെ റോഡുകൾ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ നവീകരിച്ച് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ എത്തിക്കുന്നത് വരെ ഈ പ്രതിഷേധവും പ്രക്ഷോഭവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും. ഈ പൊതുഗതാഗതത്തിന് വേണ്ടി ഏറെ ശബ്ദമുയർത്തുന്ന, നിരന്തരം അതിനെക്കുറിച്ച് പറയുന്നൊരു വ്യക്തിയാണ് ശ്രീ കൃഷ്ണകുമാർ. ഈ PWD എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റായി സംസ്ഥാന സർക്കാരിൽ മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നോക്കിയാൽ വളരെ ഭംഗിയുള്ള റോഡുകൾ, വളരെ ഭംഗിയുള്ള കേരളത്തിലെ ടൂറിസം മേഖലകൾ ഒക്കെ കാണാം. പക്ഷേ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്താണ് നമ്മുടെ അവസ്ഥ? തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തൃശ്ശൂരിലുള്ള 5-6 പ്രധാനപ്പെട്ട റോഡുകളിൽ ഏറ്റവും പ്രധാനമുള്ള, വളരെ മുൻകാലങ്ങളിൽ പഴയകാലം മുതൽ തന്നെ വളരെ പ്രാധാന്യമറിയുന്നതാണ് ഈ കുറ്റിപ്പുറത്തു നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള റോഡുകൾ. അപ്പോൾ ആ 2 റോഡുകളുടെ കാര്യം ഇവിടെ നേരത്തെ 2 പേര് സൂചിപ്പിക്കുകയുണ്ടായി. ശരിയാണത്. അതിനെ പുനർനിർമ്മാണത്തിന് വേണ്ടി എത്രയോ വർഷങ്ങളായിട്ട്, 2-3 വർഷങ്ങളായിട്ട് ഈ റോഡിൽ അവിടെയൊക്കെ ആയിട്ട് പല ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കുകയും, എന്നാൽ അതൊരു സമയബന്ധിതമായിട്ടോ ഒക്കെ പൂർത്തിയാക്കാനുള്ള ഒരു നടപടി ഇല്ലാത്തത് മൂലമാണ് കൂടുതലായിട്ട് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കണം, സ്വകാര്യ വാഹനങ്ങളെ പരമാവധി കുറയ്ക്കണം എന്നൊക്കെ നമ്മുടെ സർക്കാർ നയമൊക്കെ വലിയ വാക്കിൽ പറയുമെങ്കിലും അതിന് അനുകൂലമായിട്ടുള്ള നടപടികളല്ല സ്വീകരിച്ച് കാണുന്നത്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കപ്പെടണമെങ്കിൽ അതിൽ യാത്ര ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ സുരക്ഷിതമായിട്ടും അവർക്ക് സൗകര്യപ്രദമായിട്ടും അവർക്ക് ആവശ്യമുള്ള സമയത്ത്, ആ പറഞ്ഞ സമയത്ത് നമുക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് കഴിയണം. അപ്പോൾ അതിലാണ് ഇപ്പോൾ വലിയൊരു പ്രയാസം വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ മഴയൊക്കെ തുടങ്ങിയോടുകൂടി ഈ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ 2 റോഡുകളോടും അതിനനുബന്ധമായിട്ടുള്ള റോഡുകളിൽ കൂടെ സഞ്ചരിച്ച് വരുന്നവർക്കൊക്കെ അവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് അവർക്ക് സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ജോലി സ്ഥലത്തോ ആശുപത്രികളിലോ അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടും ഏറ്റവും തിരക്കേറിയ സമയങ്ങളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചിട്ട് പൊതുവാഹനങ്ങളിൽ കയറുന്നവർക്ക് എപ്പോഴാണ് എത്തുക എന്ന്
നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പറയാനാവാത്ത ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഓഫീസിലൊക്കെ സമയത്തിന് എത്താൻ വരികയും അവർക്ക് അവരുടെ മറ്റു തങ്ങളുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം, മേലുദ്യോഗസ്ഥൻ്റെ മുമ്പിൽ തലചൊറിഞ്ഞ് രജിസ്റ്റർ വാങ്ങി ഒപ്പിടേണ്ട സാഹചര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബദൽ മാർഗ്ഗങ്ങളെ കുറിച്ച് ചിന്തിക്കും. അപ്പോൾ വീണ്ടും നമ്മളവിടെ അവരെ സ്വകാര്യ ഇരുചക്ര വാഹനമൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു പരോക്ഷമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ നമ്മൾ വിചാരിക്കും മെയിൻ റോഡ് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും മറ്റ് ചെറിയ കോഴിക്കോടെയൊക്കെയോ എങ്ങനെയെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും അവർ സ്വകാര്യ ഇരുചക്ര വാഹനങ്ങളെയോ മറ്റ് സ്വകാര്യ വാഹനങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ വീണ്ടും അത് കൂടുതൽ വാഹനങ്ങൾക്കും കൂടുതൽ ഗതാഗതക്കുരുക്കിനും, നേരത്തെ ജോൺ ഡാനിയൽ സൂചിപ്പിച്ച പോലെ നഗരത്തിൻ്റെ ചെറിയ റോഡുകൾ പോലും വലിയ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഇതുമൂലം ഉണ്ടാവുകയാണ്. അപ്പോൾ തികച്ചും നമുക്ക് നമ്മുടെ ഒരു ആധുനിക കാലത്തിന് അനുസൃതമായിട്ടുള്ളൊരു ലോകം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിന് അനുസൃതമായ രീതിയിലല്ല ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് മുഖ്യമായിട്ടും തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു പദ്ധതിയുടെ രൂപകൽപ്പന ചെയ്യുന്ന അവസരത്തിലും ആസൂത്രണം ചെയ്യുന്ന അവസരത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കേരളത്തിലത്തെ അവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയൊക്കെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഇത്തരം 4 മാസം നീണ്ടു നിൽക്കുന്ന മഴയെയും ഇവിടെയുള്ള വാഹനങ്ങളുടെ തിരക്കിനെയും അതിൻ്റെ റോഡിൽ വരുന്ന വാഹനങ്ങളെ ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടായിട്ട് അതിനനുസൃതമായ രീതിയിൽ വേണം നമ്മുടെ റോഡുകളും അതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം ഈ വെള്ളം ഒഴുകി പോകുന്ന കാനകൾ, ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുകയും അത് കൃത്യമായിട്ട് അത് ആ രീതിയിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ PWDയുടെ ഇന്നത്തെ റോഡ് നിർമ്മാണം ഇതൊക്കെ വളരെ കുറേ കൂടിയും കാലികമായിട്ട് ആധുനികമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും ഇത്തരം കാലാവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ റോഡുകൾ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കല്ലുമൊക്കെ പുറത്തു വന്ന് ഇങ്ങനെ ഇത്ര മോശമാവുന്ന അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ രൂപകൽപ്പനയിലും ആ നിർമ്മാണ വസ്തുക്കളുടെ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ PWD തന്നെ അത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പറ്റിയ അവരുടെ ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തി ടെൻഡർ വിളിച്ച് വർക്ക് കൊടുക്കുന്നതിന് അവാർഡ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് കൃത്യസമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്ന ഒരു നടപടിയാണ്. ഇതിപ്പോൾ ഒരു പദ്ധതിയുടെ പൂർത്തിയാക്കിയാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കരാറുകാർക്ക് കൃത്യമായിട്ട് പണം കൊടുക്കാതിരിക്കുകയും അതുമൂലം വർക്ക് ചിലവർ ഇട്ടുപോവുക, പിന്നെ റീടെൻഡർ ചെയ്ത് വീണ്ടും വേറെ ആൾക്ക് ഏൽപ്പിക്കുക, അവർക്കും കുറച്ച് കഴിയുമ്പോൾ പണം കിട്ടാതെ അവരും വർക്ക് ഇട്ട് പോകുക, അങ്ങനെ ഉള്ളൊരവസ്ഥ വരുന്നത് ഒട്ടും ഭൂഷണമല്ല. ഏതൊരു കരാറുകാരുടെയും ഏറ്റവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പ് തന്നെ ഈ പണി എത്രയും വേഗം പൂർത്തിയാക്കി കഴിഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. അത് നമുക്ക് സാമാന്യേന ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. ഒരാൾക്കും ഇതിങ്ങനെ വളരെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രധാനമായിട്ടും പണത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ പദ്ധതികൾ നമ്മൾ എല്ലാ സ്ഥലത്തും കുറേശ്ശെ പണികൾ നമുക്കൊരു കയ്യടി കിട്ടാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്രയധികം റോഡുകളുടെ നിർമ്മാണം ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപനം നടത്തുന്നതല്ല എല്ലാ കാര്യം. ഏറ്റെടുക്കുന്ന പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കൃത്യമായ ആസൂത്രണവും രൂപകൽപ്പനയും ഉണ്ടെങ്കിൽ നമുക്കൊരു റോഡ് എത്ര സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചുരുങ്ങിയ സമയത്തിനുള്ള ആ റോഡ് പൂർത്തിയാക്കാനുള്ള പണം അതിനുവേണ്ടി മാറ്റിവെക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ള. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കേരളത്തിൽ മാറ്റം വരേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ രാത്രിയിൽ ഈ ടാറിങ് നടക്കാനായിട്ട് തയ്യാറാവണം. ഇപ്പോൾ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ പോലും അവിടെ ചെറിയ റോഡുകൾ പോലും പ്രാദേശികമായ റോഡുകൾ പോലും അവർ രാത്രിയിലാണ് ഒറ്റയടിക്ക് ആ റോഡ് മൊത്തം തടഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് പണി അവസാനിപ്പിച്ച് 1, 2, 3 കിലോമീറ്റർ നമ്മൾ രാവിലെ വൈകിട്ട് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കാലത്ത് പോകുമ്പോൾ പൂർണ്ണമായിട്ടും അവിടെ കടണ്ടാർ ചെയ്ത റോഡായിട്ടാണ് നമുക്ക് കാണുന്നത്, നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇവിടെ PWDക്ക് പരിഗണിച്ചുകൂടാ? വൈകുന്നേരം ഒരു 6 or 7 മണിക്ക് ഇവർ ജോലി ചെയ്യാനുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്ന് പണിക്കാരൊക്കെ കൂടി തയ്യാറാവുകയും ഒരു 8 or 9 മണിയാകുമ്പോൾ വാഹനങ്ങളുടെ തിരക്ക് കുറയുമ്പോൾ ആ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാലത്ത് 6 മണിക്കുള്ളിൽ ആ പണി തീർത്ത് അവരവിടെ നിന്ന് പോവുക. അപ്പോൾ രാത്രിയാകുമ്പോൾ പൊതുവെ വാഹനങ്ങളുടെ എണ്ണം കുറയും, ചെറിയ റോഡുകൾ വഴി വണ്ടികൾ വഴി തിരിച്ചു വിടാനുള്ള സൗകര്യം കൂടും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നത് ഏറ്റവും പീക്ക് സമയങ്ങളായിട്ടുള്ള പകൽ സമയത്ത് ഈ പണികൾ ചെയ്യുക. അപ്പോൾ അതുമൂലം വളരെയധികം ബുദ്ധിമുട്ട്, അതുമൂലം ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഉപറോഡുകളിലേക്ക് കൂടി കൂടുതലായിട്ട് വ്യാപിച്ച് ജനങ്ങൾ മൊത്തം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇത്തരം പുനർനിർമ്മാണമായാലും റിപ്പയർ ആയാലും അതൊക്കെ ചെയ്യുകയും ഇത് നാടിൻ്റെ ഏറ്റവും പുരോഗതിയെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഗതാഗത മേഖല. അതിലുണ്ടാകുന്ന ഒരു സ്തംഭനം അല്ലെങ്കിൽ ഒരു താമസം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഉൽപ്പാദനക്ഷമതയൊക്കെ വളരെയധികം തടസ്സപ്പെടുത്തും. നമ്മുടെ GDP ഒക്കെ താഴെ പോകാനായിട്ടൊക്കെ വളരെയധികം കാരണമാവുന്ന ഒരു വലിയ വിഷയമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ആവശ്യം. ഇത് കേരളത്തിൽ തന്നെ വലിയ വിഷയമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് കടന്ന് തമിഴ്നാടിൻ്റെ അതിർത്തി കടന്നാൽ അവിടെ ഏത് ചെറിയ റോഡ് പോലും ഏറ്റവും ഭംഗിയായാണ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ ഒരു ചെറിയ കുഴി പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഹൈവേയിൽ പോലും അതാണ് അവസ്ഥ. ഒരിക്കൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി, അമേരിക്കയിൽ നിന്ന് വന്ന ഒരു അപ്പനും മകനും കുതിരാനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അമേരിക്കയേക്കാൾ വികസിതമായ ഒരു സ്ഥലത്താണോ എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പാതയുടെ അവസ്ഥ എന്താണ്? പാലിയേക്കരയിൽ ടോൾ നൽകി പോകുമ്പോൾ മുടിക്കോടൊക്കെ എത്രയോ സമയം ടോൾ നൽകി സഞ്ചരിക്കുന്ന റോഡിൽ എത്രയോ സമയം നിൽക്കുന്ന വണ്ടി നിർത്തിയിടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ശരിയല്ലേ? നമ്മൾ മുൻപ് ചർച്ച ചെയ്ത് തന്നെയാണ് ഈ തൃശ്ശൂർ പാലക്കാട് നമ്മുടെ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് നമ്മുടെ തൃശ്ശൂർ പാലക്കാട്. ഇപ്പോൾ കുതിരാൻ ഉൾപ്പെടെയുള്ള നേരത്തെ സൂചിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞ റോഡിൻ്റെ അവസ്ഥ ഇന്ന് വീണ്ടും പരിതാപകരമായി. മുടിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഞങ്ങൾ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ഇതുകൊണ്ട് എത്രയോ വർഷങ്ങൾ നമ്മൾ അതിൻ്റെ ദുരിതം അനുഭവിച്ച് പാലക്കാട് നിന്ന് ബസ്സുകൾ പലപ്പോഴും നിർത്തുന്ന അവസ്ഥ വന്നു, ബസ്സുകൾ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് അവസാനം ഇപ്പോൾ ഈ പാലക്കാട് റോഡ് നമുക്ക് നാഷണൽ ഹൈവേ തുറന്നു കിട്ടിയത്. ബസ്സുകളെ സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ സബ്വേ ആ വഴിയിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബസ്സുകൾ. പലപ്പോഴും മെയിൻ റോഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ദുരിതമായി മാറുന്ന ഒരു അവസ്ഥയുണ്ടായി പാലക്കാട്. ഈ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇപ്പോൾ ഒരു ബസ്സിന് നിങ്ങൾക്ക് പലർക്കും അറിയാൻ കഴിയാത്തൊരു കാര്യമാണ്, ഒരു ദിവസം ഒരു ട്രിപ്പ് ബസ് ഓടണമെങ്കിൽ 520 രൂപ ടോൾ കൊടുക്കണം ഒരു ട്രിപ്പിന്. അപ്പോൾ ഒരു ദിവസം 3 ട്രിപ്പാണ് സാധാരണ തൃശ്ശൂർ പാലക്കാട് ഓടുന്ന ബസ്സുകൾ 3 ട്രിപ്പാണ്. 1560 രൂപ ടോൾ കൊടുത്തിട്ടാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് ബസ്സുകൾ നടത്തുന്ന ഒരു 150ഓളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ പാലക്കാട്, തൃശ്ശൂർ കൊഴിഞ്ഞമ്പാറ, തൃശ്ശൂർ ഗോവിന്ദാപുരം റൂട്ടുകളിലായി 150ഓളം ബസ്സുകളുണ്ടായി. ഇന്ന് ആ ബസ്സുകൾക്ക് ഈ ടോൾ കൊടുക്കാനുള്ള വരുമാനം പോലും ആ മേഖലയിലുള്ള ബസ്സുകൾക്ക് കിട്ടാതെ ഇന്ന് അത് കേവലം 75-80 ബസ്സുകളിലേക്കായിട്ട് ചുരുങ്ങി. ഞങ്ങളെ സംബന്ധിച്ച് അതും ഈ 75-80 ബസ്സുകൾ പോലും 3 ട്രിപ്പുകൾ ഓടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 520 രൂപ കൊടുക്കണം. അപ്പോൾ 3 ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 1560 രൂപ ഭീമമായിട്ടുള്ള ടോളാണ് ഈ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഈ ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ പൊതുഗതാഗതത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് ഈ കാര്യത്തിലൊന്നും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രാദേശികമായിട്ട് ആളുകൾക്ക് കൂടി അവിടെ ടോൾ ഏർപ്പെടുത്തുന്ന ആ മേഖലയിലുള്ള ആളുകൾക്ക് പോലും വാഹനങ്ങൾ പോകുമ്പോൾ ടോൾ ഏർപ്പെടുത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ നടന്ന് ഇപ്പോൾ വീണ്ടും വിഷയമായിക്കൊണ്ടിരിക്കുക. ആ മേഖലയിലൂടെ ഓടുന്ന ബസ്സുകാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 1560 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ദിവസം 1560 രൂപ ടോളിന് മാത്രം മാറ്റി വയ്ക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് പാലക്കാട് തൃശ്ശൂർ. എന്തുണ്ടായത്? അതുകൊണ്ട് ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു. യാത്രക്കാർക്ക് ഇപ്പോൾ മറ്റുള്ള മാർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ഭീമമായി സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസ്സിലും സഞ്ചരിക്കേണ്ട അവസ്ഥ പോലും വന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ചെങ്കിലും ഭേദപ്പെട്ട് കുറേ വർഷങ്ങൾ കാത്തിരുന്ന് നമുക്ക് റോഡ് ആക്കി തന്നതിന് ശേഷം അതും നമ്മൾ മറ്റേ സൈഡുള്ള മെയിൻ റോഡ് അധികം ഉപയോഗിക്കുന്നില്ല, എന്നിട്ട് പോലും ഗവൺമെൻറ് അതിലൊരു ഇളവ് തരാനോ അല്ലെങ്കിൽ തന്നെ ആ മേഖലയിലുള്ള ബസ്സുകളെ സംരക്ഷിക്കാനോ ഒരു നടപടിയും ഒരു സാഹചര്യം പൊതുഗതാഗതത്തെ സംരക്ഷിക്കേണ്ടവർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിരവധി സമരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത്രയും ഭീമമായിട്ടാണ് ആ മേഖലയിൽ ടോൾ കൊടുത്തുകൊണ്ടുള്ള റോഡുകളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ടോളുകൾ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റോട്ടിൽ ഇപ്പോൾ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും 2 ടോൾ പ്ലാസകൾ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ മേഖലയിൽ ഓടുന്ന ബസ്സുകൾക്ക് പോലും വലിയ ഭീമമായി അതൊരു സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിന്. ഇത് സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മിനിമം ചാർജിൽ ഏറ്റവും ആളുകളെ കൊണ്ടുപോകുന്ന ഒരു പൊതുഗതാഗതമാണെന്നുള്ള ഒരു സാഹചര്യം പോലും ഗവൺമെൻറ് മനസ്സിലാക്കുന്നതിലാത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി ഗവൺമെൻറ്റിനാണ്. അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു PWDയും കോർപ്പറേഷൻ്റെ കാര്യം കൂടി നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. കോർപ്പറേഷൻ്റെ റോഡുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്.
ഇപ്പം നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുന്നംകുളം റോഡിലേക്ക് എത്തേണ്ടത് നമ്മൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ പടിഞ്ഞാറക്കോട്ട എത്തുന്നതിനേക്കാൾ മുമ്പുള്ള അവസ്ഥയും കൂടി നമ്മൾ നോക്കണം. ദീപാഞ്ചി മൂലയിലായാലും പടിഞ്ഞാറക്കോട്ടയിലായാലും. ഇനി എന്തിനു പറയുന്നു, ശക്തൻ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ തെക്ക് ഭാഗം, അതായത് പാലക്കാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ബസ് പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ റോഡിൻ്റെ അവസ്ഥ, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ കൗൺസിലർ ഉള്ളപ്പോൾ കൂടി തന്നെ നമ്മൾ പറയുന്നത് എത്ര മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു ബസ്സിൽ നിന്ന് ഒരു ദിവസം 25 രൂപയാണ് സ്റ്റാൻഡ് ഫീസ് വാങ്ങിക്കുന്നത്. ഈ നമ്മുടെ കോർപ്പറേഷൻ നേരിട്ട്, അതിൽ ഗവൺമെൻറ്റിന് പങ്കില്ല, നേരിട്ട് കോർപ്പറേഷനിൽ കൊടുക്കുന്നതാണ്. ഒരു 800ഓളം ബസ്സുകൾ വരുമ്പോൾ ഒരു 20,000 രൂപ ഒരു ദിവസം കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ 72 ലക്ഷം രൂപ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അവിടെ കൊടുത്തിട്ടുള്ള വാടക, മറ്റ് ബിൽഡിങ്ങുകളുടെ വാടക, അതുപോലെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ്റെ ഫീസ്, അതൊക്കെ വേറെ കോർപ്പറേഷന് കിട്ടുന്ന വരുമാനമാണ്. ആ വരുമാനം കിട്ടിയിട്ടുള്ള കോർപ്പറേഷൻ ഇന്നും അവിടുത്തെ ആ റോഡിൻ്റെ ഒരു വശത്ത് കഴിഞ്ഞ മറ്റേ രാജൻ പല്ലൻ മേയറായിരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് ഫുള്ളായിട്ട് ടാർ ചെയ്ത്, ഒരു ടാർ ചെയ്യല്ല കോൺക്രീറ്റ് ചെയ്ത് ശരിയാക്കി. പക്ഷേ മറ്റേ വശം ഇത്ര വർഷമായി, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10 വർഷമായി ഉണ്ടാവും മാറി കഴിഞ്ഞിട്ട്. ഇതുവരെ ഇപ്പോഴും ആ അവസ്ഥ ആ ശക്തൻ സ്റ്റാൻഡിൽ TCB ഒക്കെ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അത് കഴിഞ്ഞു. അതിനെപ്പോലെ തന്നെ സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഒരു ലൈറ്റിൻ്റെ ഒരു വിഷയം, ഈ ബസ് സ്റ്റാൻഡിനകത്ത് കോർപ്പറേഷന് കീഴിലുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്ര വരുമാനം കോർപ്പറേഷന് മേടിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് തെരുവ് രാത്രി കഴിഞ്ഞാൽ 3-4 മാസങ്ങളായി ചെറിയ TCB വാർത്ത, നിരന്തരം TCBയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും വാർത്തകൾ വന്നപ്പോൾ അവസാനം ഇപ്പോൾ കേവലം ഒരു 5 ലൈറ്റ് ഒരു സൈഡിലും 5 ലൈറ്റും ടെമ്പററി ആയിട്ടാണത്. അത് ആ നിലവിലുള്ള ഇതുമല്ല, അത് അഡീഷണൽ ആയിട്ടൊരു ലൈൻ വലിച്ച് ഇത് ചെയ്ത്. ഇപ്പോഴും സ്റ്റാൻഡിൻ്റെ പുറത്തേക്കൊന്നും ലൈറ്റ് ഇല്ല. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ആ ബസ്സുകൾക്ക് കാണാവുന്ന രീതിയിൽ ഒരു 5 ലൈറ്റുകൾ ഒരു സൈഡിലും 5 ലൈറ്റ് മറ്റേ സൈഡിലും ഇപ്പോൾ ടെമ്പററി ആയിട്ട് കത്തിച്ചു. അതിൽ ഇത്ര വരുമാനം എന്ന് സ്റ്റാൻഡ് പണിത് ഇതുവരെ ഒരു പുരോഗമനം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡല്ലേ, ഞങ്ങളെ സംബന്ധിച്ച് 800ഓളം ബസ്സുകൾ ദിവസം കയറി പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ സാഹചര്യം എന്താ, ആ സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അപ്പോൾ അത് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് കോർപ്പറേഷനിലേക്ക് വരുമാനം കിട്ടുന്ന ആ സ്ഥാപനം പോലും ഇതിനൊരു പ്രാധാന്യം ഈ റോഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ തന്നെ ഒരു വികസനത്തിൻ്റെ കാര്യത്തിലോ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണോ? ഈ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പൂങ്കുന്നത്തേക്ക് എത്താൻ എടുക്കുന്ന ദൂരം, തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കോ ഗുരുവായൂരിലേക്കോ യാത്ര പോകുന്നവർ ശക്തൻ സ്റ്റാൻഡിൽ വന്നാൽ സീറ്റ് കിട്ടും, പക്ഷേ സീറ്റ് വേണ്ട, ഒരു 25 മിനിറ്റ് ലാഭം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പൂങ്കുന്നത്ത് നിന്ന് ബസ് കയറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അതാണ് വാസ്തവം. അതിനുശേഷമാണ് പിന്നീടുള്ള അടുത്ത PWD റോഡിലേക്ക് അവിടുത്തെ നരകം. ജേർണലിലേക്ക് വരുമ്പോൾ ഒരുപാട് റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി എടുക്കുന്നു, ഞങ്ങൾ ഇത്രയും റോഡുകൾ നന്നാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തി രംഗത്തിറങ്ങിയത്. എന്നാൽ ആ റോഡുകളെല്ലാം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു വലിയ ആരോപണം ഉയർന്നു, ഇങ്ങനെ ഒരുപാട് തുക മാറ്റിവെച്ച് കരാറുകാരെ കണ്ടെത്തി നൽകുമ്പോൾ ഒരു കമ്മീഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഇത് എല്ലാം രംഗത്തിറങ്ങിയത് എന്നുള്ളത് ഈ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഉൾപ്പെടെ വാസ്തവമുണ്ടോ? ഈ വലിയ റോഡുകൾ, ചെറിയ റോഡുകളെ അപേക്ഷിച്ച് വലിയ റോഡുകളുടെ പദ്ധതിയിൽ ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നിരവധി റോഡുകളുടെ വികസന പ്രവൃത്തികൾ നടക്കുന്നതായി സർക്കാരിൻ്റെ കണക്കുകളിലുണ്ട്. പക്ഷേ യാഥാർത്ഥ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റോഡുകളുടെ നവീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. വലിയ റോഡുകളുടെ നവീകരണം നടക്കുമ്പോൾ കരാറുകാരിൽ നിന്ന്, അതൊരു നഗ്നമായ സത്യമാണ്, കരാറുകാരിൽ നിന്ന് രാഷ്ട്രീയക്കാർ, അത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അത് ഏത് തലത്തിലായിക്കോട്ടെ, മന്ത്രി തലത്തിലായിക്കോട്ടെ, മറ്റ് MLA-മാരുടെ തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലായിക്കോട്ടെ, കരാറുകാരിൽ നിന്ന് ഭീമമായ തുക കമ്മീഷൻ വാങ്ങുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കമ്മീഷൻ യഥാസമയം കിട്ടാതിരിക്കുമ്പോൾ ആ പണി അല്ലെങ്കിൽ ആ റോഡ് നവീകരണ പ്രവൃത്തി പിന്നെ ചലിക്കാത്ത, അതിൻ്റെ വേണ്ടത്ര വേഗത വരാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഇതിനെ റോഡ് പ്രവൃത്തി നടക്കാത്തതിനൊരു കാരണം തന്നെ. കരാറുകാർക്ക് കൃത്യമായി ഫണ്ട് അനുവദിച്ച് നൽകില്ല. കൃത്യമായ ഫണ്ട് അനുവദിച്ച് നൽകിയാൽ പോലും, ഇപ്പോൾ ഫണ്ട് അനുവദിച്ചെടുത്ത് പോലും വർക്കുകൾ നടക്കുന്നില്ല. എത്രയോ റോഡുകളുണ്ട്, ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്, വർക്കുകൾ നടക്കുന്നില്ല. വർക്കുകൾ നടക്കാത്തതിൻ്റെ കാരണം ഇതാണ്, ബന്ധപ്പെട്ടവർക്ക് കരാറുകാരിൽ നിന്ന് കമ്മീഷൻ ലഭിക്കുന്നില്ല. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പ്രശ്നമുണ്ട്. PWD ഒക്കെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും സ്തംഭനാവസ്ഥ ഉണ്ടായ ഒരു കാലഘട്ടമില്ല.
PWD നിലനിൽക്കുന്നുണ്ടോ എന്ന് പോലും, അങ്ങനെ ഒരു വകുപ്പുണ്ടോ എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്. ഫേസ്ബുക്കിലുണ്ട് അവരുടെ പിന്നെ അറിയിപ്പുകളും, ഇലക്ട്രിസിറ്റി വകുപ്പ് നൽകുന്ന പോലെ കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിലല്ലല്ലോ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. ജനങ്ങൾ സഞ്ചരിക്കുന്നത് റോഡിൽ കൂടിയല്ലേ. അപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് വില കൽപ്പിക്കാത്ത ഒരു സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത്. ഇത് പറയുമ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയമായി വിമർശിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. റോഡുകൾ നന്നായി കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്ക് കടന്നാൽ, മെയിൻ റോഡ് പോകട്ടെ, തമിഴ്നാടിൻ്റെ പ്രധാന പാതകൾ പോകട്ടെ, ബൈലൈനിൽ കൂടി പോകുമ്പോൾ പോലും അത്തരത്തിലുള്ള റോഡുകൾ കേരളത്തിൽ ഉണ്ടാകണമേ എന്ന് ആശിക്കുന്ന ആളുകളാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള ആളെ തമിഴ്നാടോട് യാത്ര ചെയ്യുന്നതല്ലേ. അതിൻ്റെ ചെറിയ റോഡുകൾ പോലും ടാർ ചെയ്ത് വ്യാവസായിക ഉന്നമനത്തിന് വേണ്ടി മുതൽക്കൂട്ടാകുന്ന രീതിയിൽ പിന്നെ അവിടെ അത്തരം സർക്കാരുകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 25 വർഷം മുന്നേയുള്ള വാഹനങ്ങളല്ല, വാഹനപ്പെരുപ്പമല്ല 25 വർഷത്തിന് ഇപ്പുറം കേരളത്തിലുള്ളത്. വാഹനങ്ങൾ ഇരട്ടിയായി കഴിഞ്ഞു. അതിനനുസരിച്ച് വാഹനങ്ങൾ ഇരട്ടിയാകും. ഇന്ന് ഏതൊരു ചെറിയ ഇടത്തരക്കാരൻ്റെ വീടെടുത്ത് നോക്കിക്കോട്ടെ, ഒരു കാറ് കാണും, ഒരു 4 ചക്ര വാഹനങ്ങൾ കാണും. അപ്പോൾ അവർക്ക് പിന്നെ അതിനനുസരിച്ച് റോഡുകൾ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഒരു ഭരണകർത്താവിൻ്റെ അല്ലെങ്കിൽ ആ ഭരിക്കുന്നവരുടെ വിഷൻ്റെ പ്രശ്നമാണത്. അത്തരത്തിലുള്ള സേവനം നൽകണമെന്ന ഉത്തരവാദിത്തം സ്വയം തോന്നേണ്ട, അത് മുഖ്യമന്ത്രി ആയാലും പൊതുമരാമത്ത് മന്ത്രി ആയാലും ജനങ്ങൾക്ക് അത്തരം സേവനം, ഇതൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ്. ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ട ആംബുലൻസ് ആയിക്കോട്ടെ, പിന്നെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട മറ്റു ആവശ്യങ്ങളായിക്കോട്ടെ, എന്താവശ്യത്തിനായാലും റോഡിലേക്ക് ഇറങ്ങാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കൃഷ്ണകുമാരൻ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡിൻ്റെ വിഷയം പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ഒരു വട്ടം ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയി 1 വർഷം കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ടുള്ള ഓവർ ബ്രിഡ്ജുകൾ, സമാന്തര റോഡുകൾ, ആ റോഡുകളുടെ എല്ലാം മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ അവിടെ കേച്ചേരി, മുണ്ടൂർ മുതൽ കേച്ചേരി വരെയുള്ള റോഡ് വീതി കൂട്ടാനുള്ള ഭൂമി പോലും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരമൊരു തമിഴ്നാട്ടിലേതുപോലുള്ള വലിയ വികസനം വന്നില്ലെങ്കിൽ പോലും ഉള്ള റോഡുകളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് പൊതുഗതാഗതം കൂടുതലായി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതിനെല്ലാം കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ആളുകൾ ആ മേഖലയിലേക്ക് വരും? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. അതിൽ ഒരു കാര്യം കൂടി അതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ റോഡുകൾ പുതിയതൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതിന് ഞങ്ങൾ ഇത്ര കൊല്ലത്തേക്ക് കരാറുകാരനെ അതിന് ഉത്തരവാദിയാക്കിയിട്ടുണ്ട്, ഗ്യാരണ്ടി സ്കീമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലും അക്കാര്യത്തിലും നമ്മളുടെ കാഴ്ചപ്പാടിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതെന്ന് തോന്നുന്നു. നമുക്കൊരു ചെറിയ കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപാകതയോ രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ അത് ഉടനെ തന്നെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിനൊരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിധത്തിലൊക്കെ ഒരു വാഹനങ്ങളൊക്കെ ഏൽപ്പിച്ച് അതിനെ ആളുകൾ ഉത്തരവാദപ്പെടുത്തുകയും, ഇപ്പോൾ കോൺക്രീറ്റ് മിശ്രിതമോ അല്ലെങ്കിൽ ഈ ടാറിൻ്റെ തന്നെ മിശ്രിതമൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന ക്വിക്ക് സെറ്റിംഗ് ആയിട്ടുള്ള അത്തരം ടെക്നോളജികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരിക്കൽ നിങ്ങൾ വലിയ തുക മുടക്കി ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ചെയ്ത് റോഡുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തുടർന്ന് കുറേ അധികം കാലമെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ, വലിയ പ്രശ്നങ്ങൾ കൂടാതെ ഒരു ദീർഘകാലത്തേക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന വിധത്തിൽ, വാഹനങ്ങൾക്ക് സുരക്ഷിതമായിട്ടും സൗകര്യമായിട്ടും പോകാവുന്ന വിധത്തിൽ അതിനെ പരിപാലിക്കുന്നതിനുള്ള അതിനുള്ള ഒരു ശ്രമം കൂടി, അല്ലെ അതിന് വേണ്ട ഒരു പദ്ധതി കൂടി നമ്മൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ പറയേണ്ടത് ഈ പരിപാലനം എന്ന് പറയുമ്പോൾ കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൽ പ്രശ്നമുണ്ടായപ്പോൾ വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തത് കുറച്ച് പാറപ്പൊടിയും മെറ്റലും കൊണ്ടുവന്ന് ഇടുകയാണ്. അത് കൂടുതൽ ദുരിതമാവുകയാണ് ചെയ്തത്. അത് ബസ്സിൽ നിന്ന് ആ ടയറിൻ്റെ കല്ല് തെറിച്ച് ബൈക്ക് യാത്രക്കാർക്ക് ഉപദ്രവമാവുന്നു. അത് മുഴുവൻ റോഡിൽ കല്ല് പരന്നെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഒരിക്കൽ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് പോലുള്ളവ ഇടാമെന്ന് പറഞ്ഞല്ലോ. ഒരിക്കൽ ഈ കുഴികളിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇടുകയുണ്ടായി. പക്ഷേ അവർ അത് കൃത്യമായി അത് സെറ്റാവുന്നത് വരെ നിൽക്കുകയല്ല ചെയ്തത്. പിന്നീട് അത് ഒരു ബസ് കയറി പോയപ്പോൾ അതൊരു വലിയ ചെറിയ ഉയരമുള്ള തിണ്ടായി മാറുകയാണ് ചെയ്തത്. അത് കൂടുതൽ ആളുകൾക്ക് ഉപദ്രവമാണ്. അത് എങ്ങനെ യാത്രക്കാർക്ക് ഉപകാരമാവുന്നു എന്നല്ല, കണ്ണിൽ പൊടിയിടുക എന്നതാണ് ചെയ്യുന്നത്. അതെ, അങ്ങനെയല്ല വേണ്ടത്. നമ്മളതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം വാഹനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് സൗകര്യമായിട്ട് യാത്ര ചെയ്യാനുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സൗകര്യപ്രദമാകുന്ന രീതിയിലായി ചെയ്യണം. ടെക്നോളജികൾ അവൈലബിൾ ആണെന്ന് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൻ്റെ നവീകരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റോഡിൽ സാധാരണ നടത്തേണ്ട, ഇപ്പം നമ്മൾ പാലക്കാട് റോഡിൻ്റെ കാര്യത്തിൽ അത് അനുഭവിച്ചാണ്. ഈ ഏതെങ്കിലും ഒരു റോഡിൻ്റെ ഒരു നിർമ്മാണം അത് ഞങ്ങൾ
ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ സാമാന്യേന എല്ലാ വർഷവും നടത്തേണ്ട മെയിൻ്റനൻസ് പോലും ഇല്ലാതാവുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറ ഈ ഭാഗത്ത് പണിയടക്കുന്നുണ്ടാവും, കുന്നംകുളം ഭാഗത്ത് ആ ഭാഗത്തൊക്കെയുള്ള കഴിഞ്ഞ 5-10 വർഷമായിട്ട് ആ റോഡിൽ ഒരു അറ്റകുറ്റപ്പണി നടക്കാതെ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ റോഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയി. അവിടെ റോഡ് ഉണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാത്ത വിധത്തിൽ അത് നാശമായി പോയി. പിന്നെ അവിടെ പാറപ്പൊടി അതുപോലത്തെ ഉറച്ചിരിക്കാത്ത വസ്തുക്കൾ കൊണ്ട് താൽക്കാലികമായിട്ടുള്ള കുഴിയടപ്പ് നടത്തുക, അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ അതിനെ വളരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇത്ര സമയത്തിനുള്ളിൽ ഈ റോഡിൻ്റെ പൂർണ്ണമായിട്ടും പണി തീർക്കുമെന്ന് കരാറ് വയ്ക്കുകയും അത് കരാറുകാരനായിട്ട് അത് ഇതിൽ ഏർപ്പെടുകയും ഒരു പെർട്ട് ചാർട്ടൊക്കെ വരച്ചുകൊണ്ട് അതിനാവശ്യമായ തുക ആദ്യം തന്നെ നീക്കി വയ്ക്കുകയും അത് സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കുന്ന ഉറപ്പാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കൊണ്ടുള്ളൂ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് അത് ഇതാണ്, നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളം റോഡ് അല്ല കൊടുങ്ങല്ലൂർ റോഡിൻ്റെ കാര്യം എടുക്കൂ. 1-2 പ്രദേശങ്ങളിലാണ് പണി നടക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും വർഷാവർഷം നടത്തേണ്ട അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അതിനനുബന്ധമായുള്ള കാനകളുടെ വൃത്തിയാക്കലുകളോ ഇതൊന്നും നടക്കാത്തത് മൂലം ആ റോഡിനെ പിന്നെ ആരും നോക്കുന്നില്ല. അത് പുതിയ പുനർനിർമ്മാണ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മറ്റ് സാധാരണ ഇതുകളൊന്നും നോക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ വളരെ ഗുരുതരമായ ഇന്നത്തെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ സമൂലമായ ഒരു കാഴ്ചപ്പാടിൽ തന്നെ PWDയോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ സമൂലമായ കാഴ്ചപ്പാടുകളിൽ തന്നെ മാറ്റം വരികയും ഇങ്ങനെയുള്ള പ്രധാന റോഡുകളൊക്കെ വളരെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടതായിട്ടുള്ള രൂപകൽപ്പനയും ആസൂത്രണമൊക്കെ ചെയ്യുകയും അതിനുവേണ്ട ഫണ്ട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോർപ്പറേഷനോ ഏത് ഏജൻസിയാണെന്ന് വെച്ചാൽ അവർ ഒറ്റയടിക്ക് അനുവദിക്കുകയും അത് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ വളരെ അധികം വൈകാതെ അത് കൃത്യമായിട്ട് അത് പൂർത്തിയാക്കാനുള്ള സംവിധാനം, അതും ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഇന്ന് ലഭ്യമായ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതാണ്. ഈ കാലാവസ്ഥ ഇതിനപ്പുറമുള്ള കാലാവസ്ഥയൊക്കെ അതിജീവിക്കുന്ന റോഡുകളും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് റോഡുകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം വേണം. ആ വെള്ളം സൈഡിലുള്ള കാനകൾ വഴി കൃത്യമായിട്ട് അതിൻ്റെ എവിടേക്കാണ് പോകേണ്ടത് വെച്ചാൽ പോകുന്നു എന്ന് ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ ഈ റോഡുകൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുക. പിന്നെ നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ പരിപാലിക്കാനായിട്ടുള്ളൊരു അത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ കുഴി വരുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുന്നതുകൊണ്ടാണ് പിന്നെ അത് വലിയ കുഴിയൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ റെയിൽ പാളത്തിലറിയാം, ദിവസം 2 നേരം ഒരു ആളുകൾ അതിൽ നടന്നു പോയിക്കൊണ്ട് ഇത്ര കിലോമീറ്റർ ഒരാൾക്ക് ഡ്യൂട്ടി കൊടുക്കുകയാണ്. അതിൽ ഒരു വഴിക്ക് കാലത്ത് പോയിട്ട് അടുത്ത ഇത്ര കിലോമീറ്റർ തിരിച്ചു വരുന്നു. അതിൻ്റെ എന്തുണ്ടെങ്കിലും അതിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അതിന് ഉടനെ പരിഹാരം ചെയ്യുന്നു. അതുപോലെയൊക്കെ എന്തെങ്കിലും പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് ഇത് എത്രയോ ദൂരം ഒരു ടീമിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏർപ്പെടുത്തുകയും അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയും അത് പെട്ടെന്ന് റിപ്പയർ ചെയ്യേണ്ടത് അവരുടെ ഒരു ചുമതലയാണ്, അത് ചെയ്തിരിക്കണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പരിപാലനത്തിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങൾക്ക് ഈ പൊതുവാഹനങ്ങളിൽ ബസ്സുകളിലായാലും പിന്നെ പരമാവധി നിങ്ങളിങ്ങനെ മാറ്റങ്ങൾ റോഡുകൾ തടസ്സപ്പെടുത്തുകയും നിർമ്മാണം ചെയ്യുമ്പോൾ ഈ ബസ്സുകൾക്ക് അതിൽ പോകാനുള്ള അനുവാദം കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് പരമാവധി അവരുടെ റൂട്ട് മാറ്റി വിടാതെ, എന്താ വെച്ചാൽ ഈ ബസ്സുകളെ ആശ്രയിച്ച് സ്ഥിരം പോയിന്റുകളിൽ നിന്ന് കയറി ഇറങ്ങുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അവരെ നിങ്ങൾ റൂട്ട് മാറ്റി വിടുകയും അത് ചെയ്യുമ്പോൾ ബസ് ഉടമകൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും വഴിയാധാരമായി പോവുകയാണ്. അവർ ഈ സ്വകാര്യ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാതെ ബസ്സുകളിൽ പോകുന്ന യാത്രക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പൊതുവാഹനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവയുടെ യാത്രാപഥത്തിൽ മാറ്റങ്ങളുണ്ടാവുന്നത് പരമാവധി കുറച്ചുകൊണ്ട് അത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ രാത്രിയിലേക്ക് ടാറിങ് മാറ്റാൻ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ പൊതുഗതാഗതത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഗേറ്റ് തുറന്ന് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും നാളെ ഉണ്ടാവാൻ പോകുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന്. ശരിയാണ്, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം പറ്റിയ ആശുപത്രിയിൽ കിടക്കുന്നവരുടെ കാവൽക്കാരായി വീട്ടുകാർ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അല്ലാതെ റോഡിലുള്ള ബോർഡിനപ്പുറം ഒന്നും നടക്കുന്നില്ല. ഈ ബസ്സിലെ വിഷയം വരുമ്പോൾ ഈ റോഡുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. പക്ഷേ ബസ്സുകൾ പല റൂട്ടുകളിലും വഴിമാറി പോകുന്നുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒല്ലൂർ മേഖലയിലാണെങ്കിലും മറ്റു പല റോഡുകളുടെ അവസ്ഥ മനസ്സിലാക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് എന്തുമാത്രം ദുരിതമുണ്ടാകുന്നുണ്ട് എന്ന് അറിയാമോ? അല്ല, ബസ്സുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് റൂട്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഓരോ സമയങ്ങളിലും ഇതുപോലെ തന്നെ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആസൂത്രണം ഇല്ലാത്തതാണ്
ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇപ്പോൾ ഈ റോഡുകൾ ഇപ്പോൾ സംബന്ധിച്ച് നല്ല റോഡുകളുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജൂൺ മാസമായാൽ നമ്മുടെ നാട്ടിൽ മഴ വരും. മഴ വന്നു കഴിഞ്ഞാൽ പല റോഡിൻ്റെ പല ഭാഗത്തും പ്രശ്നങ്ങൾ വരുന്നത്. അത് കൃത്യമായ ആസൂത്രണം ചെയ്ത് ഇതിന് മുൻ വർഷങ്ങളിലൊക്കെ ഒരു പക്ഷേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ വരുന്നതിനായിട്ട് മുമ്പ് എല്ലാ റോഡുകളുടെയും അവസ്ഥ നോക്കി അതിൻ്റെ മെയിൻ്റനൻസ് മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് അതിൽ നിന്ന് മാറ്റം വരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ കുന്നംകുളം റോഡിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ മഴ പെയ്യുന്ന സമയത്താണ് ഇത് കൊണ്ടുപോയി വെള്ളത്തിലാണോ പാറപ്പൊടിയിട്ടത്. അത് ഞങ്ങളെ തൃപ്തിപ്പെടുത്താനാണോ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇത് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതുപോലെ തന്നെ ഈ തിരിച്ചു വിടുന്ന ഒരു അവസ്ഥ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ബസ്സുകളെ സംബന്ധിച്ച് സമയം തന്നിട്ടുണ്ട്, റൂട്ട് തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു ബന്ധവുമില്ലാത്ത റോഡിലൂടെ പോലും ഇതിനു വേണ്ടി ഒരു ആസൂത്രണം ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും തിരിച്ചു വിടുന്ന അവസ്ഥ, സമയത്ത് എത്താൻ കഴിയുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒല്ലൂർ റോഡുകളിലൊക്കെ ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ റോഡിൻ്റെ ഭാഗമായിട്ട് ഒല്ലൂർ റോഡ് ബസ് പോകാത്ത റോഡുകളിലൂടെ വരെ ഞങ്ങളെ കൊണ്ട് പലപ്പോഴും ഓടിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതുപോലെ തന്നെ അതുപോലെ ഒരു ബദൽ സംവിധാനം ഒരുക്കാതെ പലപ്പോഴും പണികൾ വരുന്നത് അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കണിമംഗലം പാടത്ത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു പാടത്തിൻ്റെ, നമുക്കറിയാം ഒരു പാടത്തിൻ്റെ പ്രധാന വസ്തു കൂടി ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കരാറുകാരൻ തട്ടിക്കൂട്ടി കുറച്ച് മണ്ണിട്ട് നമ്മുടെ അടുത്ത് ആ പാടത്ത് കൂടിയിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു അപകടം ഉണ്ടായി, ബസ് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് ഈ കരാറുകാരായാലും ഗവൺമെൻറ്റിൻ്റെ അധികാരികളായാലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമാണ് ബസ്സുകളെ തിരിച്ചുവിടാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതേ ഗൗരവമായിട്ടുള്ള സംഭവം ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടുകളിൽ അവിടുത്തെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ ഒരു ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായൊരു പരിക്ക് പറ്റി. അത് ആ റോഡ് കമ്പനിക്കാർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ റോഡ് പണിക്ക് അനുസൃതമായ രീതിയിൽ റോഡുകൾ തിരിച്ചുവിടുക, അതിന് അധികാരികൾക്കൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബസ്സുകളെ സംബന്ധിച്ച് പലപ്പോഴും തിരിഞ്ഞു പോകേണ്ട അവസ്ഥ. അത് കൃത്യമായ ആസൂത്രണം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ബസ് ഉടമകൾ എന്ന നിലയിൽ പലപ്പോഴും ഈ റോഡിൻ്റെ ദുരവസ്ഥ കാരണം കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരുപാട്, ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള മേയറുടെ ഡിവിഷനിലായ തൃശ്ശൂർ നെട്ടിശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് 2 ബസ്സുകളാണ് അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ 2 ബസ്സുകളിലും വലിയ ഉടമകൾ എന്ന് പറയാനൊന്നും പറ്റില്ല, ആ ഉടമ തന്നെയാണ് ആ ബസ്സിലത്തെ ജീവനക്കാരനും. അങ്ങനെ 2 ബസ്സുകളിലും അങ്ങനത്തെ ഉടമയാണ് ജീവനക്കാർ. അവരവരുടെ ഒരു ഉപജീവന മാർഗം എന്ന നിലയിലാണ് ആ ചെറിയ വഴിയിലൂടെ അവർ വർഷങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒരു 8 മാസമായിട്ട് ആ നെട്ടിശ്ശേരി ബസ്സുകൾക്ക് ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നില്ല. മേയറുടെ ഡിവിഷനിൽ മേയറുടെ ഇതിൽ നടക്കുന്ന കാര്യമാണ്. 8 മാസമായിട്ട് ആ ബസ്സുകൾക്ക് ഓടാൻ കഴിയില്ല. ആ ഉടമ മേഖലയിൽ നിന്ന് തന്നെ പോകുന്ന അവസ്ഥയാണ്. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് ഇപ്പോൾ കേവലം മണ്ണുത്തി വരെ മാത്രം ഓടിക്കഴിഞ്ഞാൽ ആ ബസ്സുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അയാൾ ആ ഫീൽഡിൽ നിന്ന് തന്നെ അതോടുകൂടി പോവുകയാണ്. ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരിതം വേറെ, ജനങ്ങൾക്ക് ഓട്ടോറിക്ഷ പോലും ആ മേഖലയിലേക്ക് വരാൻ കഴിയാത്ത ദുരിതം വേറെ. അപ്പോൾ അതൊരു ആസൂത്രണം ഇല്ലാതെയും അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബദൽ മാർഗം സൃഷ്ടിക്കാതെയാണ് പലപ്പോഴും ബസ്സുകളെ തിരിച്ചുവിടുന്നതും ബസ്സുകളെ നിർത്തിവെക്കുന്നതും. സാറ് പറഞ്ഞ പോലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും പൊതുഗതാഗതത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അനാസ്ഥ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ റോഡ് ഇത്ര മോശമായിട്ടുണ്ട്. ഇനിയും നമുക്ക് അടുത്ത അറ്റകുറ്റപ്പണികളുടെ സമയത്ത് അതും നടക്കുന്നില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കോർപ്പറേഷനെ സംബന്ധിച്ച് പ്രതിപക്ഷ കൗൺസിലറാണ്. എന്നിരുന്നാലും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. തീർച്ചയായും ജനപ്രതിനിധികളാണ് ഈ വിഷയത്തിൽ ഏറ്റവും ക്ലാശം അനുഭവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൽ ഭരണപ്രതിപക്ഷമൊന്നുമില്ല. കാരണം ആ ഡിവിഷൻ കൗൺസിലറുടെ അല്ലെങ്കിൽ ആ MLAയുടെ കീഴിലുള്ള റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതിരിക്കുമ്പോൾ പിണറായി വിജയനോടോ മുഹമ്മദ് ഷിയാസിനോടോ ഞങ്ങൾക്ക് പരാതി പറയാൻ സാധിക്കില്ലല്ലോ നേരിട്ട്. അവർ സംവദിക്കുന്നത് ആ പ്രദേശത്തെ കൗൺസിലറുമായോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധികളുമായിട്ടാണ്. നിസ്സഹായരായി കൈമലർത്തുക എന്നുള്ളതിൽ കഴിഞ്ഞ് ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയാണ്. പഞ്ചവടി പാലത്തിൻ്റെ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ആവശ്യമായ ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നും ഫണ്ടുണ്ട്, വലിയ പദ്ധതികൾക്ക് ഫണ്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ്റും വകയിരുത്തുന്നുണ്ട്. പഞ്ചായത്തുകളുടെ കാര്യമാകട്ടെ, കോർപ്പറേഷനുകളുടെ കാര്യമാകട്ടെ, മുനിസിപ്പാലിറ്റികളുടെ കാര്യമാകട്ടെ, പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായി ആവശ്യമായ ഫണ്ട് അവരും വകയിരുത്തുന്നുണ്ട്.
പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് റോഡ് പണി നടക്കുന്നില്ല? അറ്റകുറ്റപ്പണികൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾ റോഡുകളിൽ സഞ്ചരിക്കുമ്പോൾ പിന്നെ പെറ്റിയടിക്കുന്ന കാഴ്ച നമ്മൾ പിന്നെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിധേയരാകാറുണ്ട്. പലപ്പോഴും ആളുകൾ ക്യൂ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നിന്ന് ക്യൂ നിന്ന് പെറ്റിയടിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഈ പെറ്റിയടിക്കാൻ പിന്നെ ഉത്സാഹം കാണിക്കുന്ന, പെറ്റിയടിക്കണമെന്ന് സർക്കുലർ കൊടുക്കുന്ന സർക്കാരാണിത്. ഈ മാസം ഇത്ര തുക വകയിരുത്തണമെന്ന് സർക്കുലർ കൊടുക്കുന്ന ഒരു സർക്കാർ കൂടി ഭരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നിട്ടും ജനത്തിന്, ഈ പെറ്റിയടിക്കുന്ന ജനത്തിന് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. നേരത്തെ മേയറുടെ കാര്യം പറഞ്ഞു. മേയർക്ക് സ്ഥിരമായ റൂട്ടില്ല തൃശ്ശൂരിൽ ഇപ്പോൾ. കാരണം ഏതെങ്കിലും റോഡ് തകർന്നു പോയാൽ പിന്നെ മേയർ ആ വഴിക്ക് പോകില്ല, വേറെ വഴി തിരിച്ചു വിടുന്ന കാര്യം. അതൊക്കെ ഞങ്ങൾക്ക് അനുഭവത്തിലുള്ള കാര്യമാണ്. ഇപ്പോൾ പൈപ്പുകൾ ഇടാൻ വേണ്ടി റോഡുകൾ കുഴിച്ചിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടെ പൈപ്പുകൾ ഇടാൻ വേണ്ടി റോഡുകൾ കുഴിച്ചിട്ടുണ്ട്. ഈ പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞ് റോഡുകൾ വീണ്ടും റീടാർ ചെയ്യുന്ന ഫണ്ട് ഉൾപ്പെടെ അടച്ചിട്ടാണ് ഈ പ്രവൃത്തി ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് അത് ആരംഭിക്കുന്നില്ല, ആ വഴിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. എന്താണ് തടസ്സമാവുന്നത്? വീണ്ടും ആ പണി, ആ കരാറുകാരനെ കൊണ്ട് തന്നെ ആ റോഡ് റീടാർ ചെയ്യിപ്പിക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, കോർപ്പറേഷൻ ശ്രദ്ധിക്കുന്നില്ല. കോർപ്പറേഷന് കീഴിൽ എത്രയോ റോഡുകളുണ്ട്. പിന്നെ കുഴിക്കുന്ന റോഡുകൾ, പല ആവശ്യത്തിനായി റോഡ് കുഴിക്കേണ്ടി വരും. ഇപ്പോൾ പൈപ്പ് ഇടാനായി റോഡ് കുഴിക്കേണ്ടി വരും, നമുക്ക് തർക്കമില്ല, ആവശ്യമാണ്, ജലവിതരണം ആവശ്യമാണ്. പക്ഷേ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ റോഡുകൾ റീടാർ ചെയ്യുന്നില്ല എന്നുള്ളത്, പിന്നെ ഈ സംവിധാനം ഉണ്ടായിട്ട് പോലും പണം അടച്ചിട്ടാണ് കേട്ടോ, പണം അടച്ച് ആ റോഡ് റീടാർ ചെയ്യാനുള്ള പണം ഈടാക്കിയിട്ട് പോലും തിരിച്ച് ആ റോഡുകൾ ഗതാഗത സംവിധാനമാക്കാൻ PWD വകുപ്പാകട്ടെ തൃശ്ശൂർ കോർപ്പറേഷനാകട്ടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ നഗരത്തിലെ റോഡുകൾ, തൃശ്ശൂർ സ്വരാജ് റൗണ്ട് റോഡുകൾ ഒരു പരിധിവരെ റീടാർ ചെയ്ത് പ്രതിവർഷം നിരന്തരമായ സമരങ്ങൾ നയിച്ചുകൊണ്ടാണ്. TCB ഉൾപ്പെടെ എത്രയോ വാർത്തകൾ അതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. നഗരത്തിലെ ഈ റോഡുകൾ ഒരു ഭേദപ്പെട്ട നിലയിലേക്കെങ്കിലും വരാൻ സാധിച്ചത് നിരന്തരമായ പ്രതിപക്ഷ സമരം കൊണ്ട് മാത്രം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാതൃഭൂമി റോഡിലൂടെ ഒന്നും സഞ്ചരിക്കാൻ പോലും KSRTCയുടെ മുന്നിലേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് മാറണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അതിന് അത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തികൾക്ക് ഭരണപക്ഷം മുന്നോട്ട് പോയാൽ അതിന് എല്ലാവിധ പിന്തുണ കൊടുക്കുവാനും, ജനപക്ഷത്ത് നിന്നുകൊണ്ട് പിന്തുണ കൊടുക്കുവാനും, അതിനുവേണ്ടി ഏത് തരത്തിലുള്ള പിന്നെ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും കോർപ്പറേഷൻ നടപടിയെടുത്താൽ അതിനെ പിന്തുണയ്ക്കുവാനും രാഷ്ട്രീയ ചിന്തയില്ലാതെ പ്രതിപക്ഷം തയ്യാറാണ്. ജോൺ ഡാനിയൽ പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഇല്ലാതെ റോഡിലൂടെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കും. ഈ ഹെൽമെറ്റ് യാത്രക്കാരൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സുരക്ഷ? റോഡ് ടാക്സ് മേടിക്കുന്നത് ഒരു വലിയ പ്രഹസനമായി മാറുന്നൊരു സ്ഥിതിവിശേഷം. അതെ, നമ്മളിവിടെ റോഡ് ടാക്സ് നികുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലംഘനങ്ങൾക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും പിഴ ഈടാക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ റോഡ് സുരക്ഷാ ഫണ്ട് എന്നുകൊണ്ടൊരു ഫണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പം അങ്ങനെ പല വിധത്തിലുള്ള ഫണ്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ തന്നെ അതിൻ്റെ ആകെ ലഭിക്കുന്ന പണം അത് ചിലവാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. പിന്നെ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു റോഡ് പുതിയതായിട്ട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം അത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നത്, ജനങ്ങൾക്ക് കൂടുതൽ കാലം ഇനി അവിടെ മറ്റ് റിപ്പയറുകളൊന്നും വരാതെ അറ്റകുറ്റപ്പണിക്കൊന്നും ഇടവരുത്താതെ അത് ഉപയോഗിക്കാവുന്ന എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യണം. ഇനി എന്തെങ്കിലും ചെറിയ ഇത് വരികയാണെങ്കിൽ തന്നെ അത് ഉടനടി അറ്റകുറ്റപ്പണി നടത്തിയിട്ട് അത് പരിഹരിച്ചുകൊണ്ട് അത് ആ നിർമ്മിച്ച പോലെയുള്ള ആ ഒരു ഏറ്റവും സുഖകരമായ രീതിയിൽ വാഹനങ്ങൾക്ക് പോകാവുന്ന രീതിയിൽ ആ റോഡ് ഉപയോഗിക്കാൻ കഴിയുന്ന, അങ്ങനെ വളരെ കാലത്തേക്ക് ഒരു റോഡ് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ 4-5 കൊല്ലത്തേക്ക് അത് വീണ്ടും മോശമായി അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഇടവരുത്താതെ അത് ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും മാറണം. അതിന് വേണ്ടായിട്ടുള്ള മാറ്റങ്ങൾ PWDയുടെ തലത്തിലാണെങ്കിൽ അവരുടെ രൂപകൽപ്പനയിലോ ഒക്കെ ആണെങ്കിൽ അത് വരുത്തണം. ഈ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുകയും ഇതൊക്കെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, സ്വപ്നം. അത് സമീപ ഭാവിയിലെങ്കിലും അത് അധികം താമസിയാതെ നമുക്ക് ആ നില കൈവരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യാത്രക്കാർ എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ
ആഗ്രഹിക്കുന്നത് അതാണ്. അല്ലാതെ ഇന്നത്തെ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നിരത്തുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് നിരത്തുകളിൽ വണ്ടിയിൽ കാത്തിരുന്നു കൊണ്ട് ഓരോ ബ്ലോക്കുകളിൽ പെട്ട് കിടന്നുകൊണ്ട് കുഴികളിൽ ഇറങ്ങി കയറി പതുക്കെ പോയി അങ്ങനെയൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അതൊരു നല്ലൊരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും കേരളം ഇപ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ടൂറിസം വികസിപ്പിക്കണം, നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നു. പക്ഷേ ഇതിലൊക്കെ വരുന്ന സഞ്ചാരികൾ ഈ റോഡിനെ കുറിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആരാണ് പിന്നെ ഇവിടെ വരാൻ തയ്യാറാവുക? അപ്പോൾ അങ്ങനെ സമസ്ത മേഖലയിലും കേരളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളിലേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് ഈ ഗതാഗതം ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ രൂപകൽപ്പനയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ കേരളത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നമുക്കെല്ലാവരും വൈറ്റില ജംഗ്ഷൻ. എന്തുകൊണ്ട് ദേശീയപാത ആദ്യം നിർമ്മിച്ചപ്പോൾ അവിടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ടായില്ല? അവിടെ സിഗ്നൽ വെച്ചിട്ടായിരുന്നു ഗതാഗതം അങ്ങോട്ട് ഇങ്ങോട്ടും കടന്നിരുന്നത്. അതുപോലെ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം പ്രദീപ് സൂചിപ്പിച്ചു പാലക്കാട്, അവിടെ പല പ്രധാന സ്ഥലങ്ങളിലും അടിപ്പാതയോ അല്ലെങ്കിൽ മേൽപ്പാതയോ വേണമെന്ന് ഈ റോഡ് രൂപകൽപ്പന ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ രൂപകൽപ്പനയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്തൊക്കെ കുറേ പണിയുക, പിന്നെ അത് കഴിയുമ്പോൾ അത് പൊളിച്ച് വീണ്ടും, അപ്പോൾ ഈ ബുദ്ധിമുട്ടി ഇത്രയും കൊല്ലം കാത്തിരുന്ന് അതിലെ വണ്ടികൾ പോയി തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും അതെല്ലാം തടസ്സപ്പെടുത്തി അവിടെ അടിപ്പാത പണിയുന്നു, മറ്റേ സൈഡ് റോഡിൽ കൂടെ വാഹനങ്ങളെ ഇറക്കി വിടുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു അപാകതകൾ തന്നെയാണ്. അതൊക്കെ എന്തോ അതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തക്കതായ ശിക്ഷകൾ നൽകാൻ തയ്യാറാവണം. എന്തുകൊണ്ടാണ് അത് വിട്ടുപോയത്, നിങ്ങൾ എന്തുകൊണ്ടത് മറന്നുപോയി എന്നുള്ള ചോദ്യങ്ങൾ ഉയരണം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതും അറ്റകുറ്റപ്പണികളൊക്കെ പരമാവധി ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള റോഡുകൾ ഉണ്ടാവുകയും അവ നല്ല രീതിയിൽ നല്ല പരിപാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വളരെ കാലം മറ്റ് അലട്ടുകൾ കൂടാതെ പിന്നെ ഒരിക്കൽ പണി കഴിഞ്ഞാൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകൽ, ഒപ്പം തന്നെ കരാറുകാരും ഭരണാധികാരികളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, ഇത് തന്നെയാണ് ഇതിലെ പ്രധാന ഘടകമായി മാറുന്നത്. എത്രയോ റോഡുകൾ നിരത്തിൽ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവുകയും എത്രയോ ജീവനുകൾ പൊലിയുകയും ചെയ്യുന്നു. ദിനവും എത്രയോ പേരാണ് നിരത്തിൽ പൊലിഞ്ഞു വീഴുന്നത്. ഇനിയെങ്കിലും അതിനുള്ള മാറ്റമുണ്ടാവട്ടെ. ഏറെ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമായിരുന്നു തവണ ചതുരംഗം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരോട് സംവദിക്കാനായി എത്തിച്ചേർന്ന ശ്രീ കൃഷ്ണകുമാർ, ജോൺ ഡാനിയൽ, ശ്രീ പ്രദീപ് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.